തന്തയ്ക്ക് വിളിക്കുക എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം അക്ഷരാർത്ഥത്തിൽ നടന്നതും അത് തന്നെയാണ്. ഒരുപക്ഷെ മോദി ഇതൊട്ടും പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടാവില്ല. അത്തരത്തിൽ രൂക്ഷ വിമർശനമാണ് ഉദയനിധി സ്റ്റാലിനിൽ നിന്നും ഉണ്ടായത്. തമിഴ്നാടിന് ന്യായമായി അനുവദിക്കേണ്ടതാണ് 2190 കോടി രൂപ. ഇതിനായി സംസ്ഥാനം യാചിക്കുകയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉദയനിധി പറയുന്നത്, നിങ്ങളുടെ പിതാവിന്റെ പണമല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്ന്. തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ നികുതിയായി നൽകിയ ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങളുടേതായ ഫണ്ട് ഞങ്ങൾക്ക് തന്നേ പറ്റൂ എന്നാണ് ഉദയനിധി കർക്കശത്തോടെ പറയുന്നത്. മുൻപും സനാതന വിഷയവുമായി ബന്ധപ്പെട്ട് സ്റ്റാലിൻ വിവാദങ്ങളിൽ ചെന്ന് ചാടിയിട്ടുണ്ട്. എന്നാൽ ഇത്തവണ കേന്ദ്രത്തിന്റെ നയത്തിനെതിരെ ആഞ്ഞടിക്കുമ്പോഴാണ് നിങ്ങളുടെ പിതാവിന്റെ വകയല്ല എന്ന് പറയുന്നത്. കൃത്യമായും കേന്ദ്രഭരണ തലവനായ മോദിക്ക് ഇട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് എന്ന് ഒരു വേള വേണമെങ്കിൽ പറയാം. തമിഴ്നാടിന് അർഹതപ്പെട്ട ഫണ്ട് വിഹിതം കേന്ദ്ര സർക്കാർ അകാരണമായി തടഞ്ഞു വെക്കുകയാണ് എന്നാണ് ഉപമുഖ്യമന്ത്രി കൂടിയായ ഉദയനിധി സ്റ്റാലിൻ പറയുന്നത്. സമഗ്ര ശിക്ഷാ അഭിയാൻ ഫണ്ടിന്റെ സംസ്ഥാനത്തിനുള്ള വിഹിതം വിതരണം ചെയ്യാത്തതിലാണ് ഉദയനിധിയുടെ പ്രതികരണം. BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന്മേൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നും അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. BJPയുടെ ഭീഷണികൾക്ക് തമിഴ്നാട് സർക്കാരോ അവിടുത്തെ ജനങ്ങളോ വഴങ്ങില്ലെന്നും സംസ്ഥാനത്തെ വിദ്യാഭ്യാസം ദ്വിഭാഷാ നയവും ഭീഷണിയിലാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ ഹിന്ദി സ്വീകരിക്കണമെന്നാണ് അവർ ഉറച്ചു നിൽക്കുകയാണ് ആ വിഷയത്തിൽ. തമിഴ്നാടിന്റെ ചരിത്രമോ സംസ്കാരമോ അതുല്യമായ സ്വത്വം എന്നിവ നശിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നതോ BJP. ഫാസിസ്റ്റ് BJP സർക്കാർ തമിഴരെ രണ്ടാം തരം പൗരന്മാരാക്കാനും ആഗ്രഹിക്കുന്നു. കേന്ദ്ര സർക്കാരിന് സമഗ്ര ശിക്ഷാ മിഷൻ ഗ്രാന്റിൽ തമിഴ്നാടിന്റെ വിഹിതമാണ് ഇതുവരെ വിതരണം ചെയ്യാത്തത്. അതേസമയം ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായും തമിഴ്നാട് മുഴുവൻ നടപ്പിലാക്കിയില്ല എങ്കിൽ കേന്ദ്രം സംസ്ഥാനത്തിന് ഫണ്ട് അനുവദിക്കില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന ഇതുവരെ പറഞ്ഞത്. എന്നാൽ ഇതിനെ ബ്ലാക്ക് മെയിലിംഗ് എന്നും ത്രിഭാഷാ നയം സംസ്ഥാനത്ത് ഹിന്ദി അടിച്ചേൽപ്പിക്കുകയാണ് എന്നുമാണ് DMK പറഞ്ഞു വെക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഹിന്ദി പഠിപ്പിക്കാത്തതിന്റെ ഭാഗമായിട്ടാണോ എന്തോ കേന്ദ്ര സർക്കാർ തമിഴ്നാടിനുള്ള ഫണ്ട് അനുവദിക്കുന്നില്ല. എന്തിനേറെ പറയുന്നു, കേരളത്തിനെ പോലും അതീവ ദുരന്തമായി പറഞ്ഞു എങ്കിൽ പോലും എന്തു ചെയ്തിട്ടില്ല, നൽകേണ്ട ഫണ്ട്, ദുരന്ത നിവാരണ ഫണ്ട് ഇതുവരെ നൽകിയിട്ടില്ല. മറ്റ് 5 സംസ്ഥാനങ്ങൾക്ക് നൽകുമ്പോഴും കേരളത്തിലെ തഴഞ്ഞു മാറ്റിയിരിക്കുകയാണ്.